കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഓണം ദാ ഇങ്ങെത്തി. എത്ര പെട്ടെന്നല്ലേ മാസങ്ങൾ കടന്നുപോയത്. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് അതൊന്നുമല്ല. അത്തം മുതലുള്ള വീഡിയോസ് എല്ലാം വലിയ കാര്യത്തിൽ ഞാൻ എടുത്തു വെച്ചു. അപ്പതാ ഓണത്തിന് ഓണക്കോടി കിട്ടുന്നതിന് പകരം നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടി. ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയടാ. അതുകൊണ്ട് അന്ന് എടുത്തു വെച്ച വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. പോയത് പോയി അല്ലേ. 9 വർഷത്തിന് ശേഷാട്ടോ ഞാൻ പൂവിടുന്നത്. അപ്പോൾ ഈ 9 കൊല്ലവും എന്തേ പൂവിടാഞ്ഞ് എന്ന ചോദ്യം ഉണ്ടാവും. ഞങ്ങളുടെ അച്ചായൻ മരിച്ചതിൽ പിന്നെയാണ് പൂവിടൽ നിർത്തിയത്. പിന്നെ ഇക്കൊല്ലം മുതൽ പൂവിട്ട് തുടങ്ങാനുള്ള കാരണം ന്യൂനൂസാട്ടോ. അവൾക്ക് ഓർമ്മ വെച്ച് തുടങ്ങുന്ന പ്രായമായി. അവളുടെ ജീവിതത്തിലും വേണ്ടേ ഇതുപോലുള്ള നല്ല നല്ല അനുഭവങ്ങൾ. ഞാനൊരു 90s കിഡാണ്. അന്ന് പാടത്തും പറമ്പിലും സകലമാന വീടുകളിലും കയറി ഇറങ്ങി പൂ പറിച്ച് കൊണ്ടുവന്നായിരുന്നു ഇടുന്നത്. അതും തനിച്ചായിരുന്നില്ല, ഒരുപാട് കൂട്ടുകാരോടൊപ്പം. ഇന്നിപ്പോൾ കാലം മാറി. കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങിയിടുന്ന കാലമായി. കാലത്ത് എഴുന്നേറ്റ് ഒരുമിച്ച് പോയി പൂ പറിക്കുന്നതും പൂത്തറയിൽ ചാണകം മെഴുകി ഓരോരോ നിറത്തിലുള്ള പലതരം പൂക്കൾ അതിൽ നിരത്തി ഭംഗിയായി ഒരു പൂക്കളാകുന്നതുമെല്ലാം ഒരത്ഭുതത്തോടെയും കൗതുകത്തോടെയാണ് അവൾ നോക്കിയിരിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് സംശയങ്ങളും ഉണ്ട് കേട്ടോ ആൾക്ക്. എല്ലാം നിറമുള്ള ഓർമ്മകളായി മാറട്ടെ അല്ലേ.